ഫ്രണ്ട്സ്, വെൽക്കം ടു ജോയ്സ് കുക്കിംഗ് സ്റ്റൈൽ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഓംലെറ്റ് ബർഗർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അതിന് ആവശ്യമായത് കുറച്ച് മല്ലിച്ചപ്പ്, 3 പച്ചമുളക്, ഞാനിവിടെ എടുത്തിരിക്കുന്ന 6 മുട്ടയാണ്, 1.5 ഉള്ളി സവാള. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നു. അതിനുശേഷം ഈ 3 ഐറ്റംസും ഇതിലേക്കിട്ട് ഇളക്കുന്നു. ഉള്ളി അതിലേക്ക് ഇടുന്നു, പച്ചമുളക് അതിലേക്ക് ഇടുന്നു, കൊത്തമല്ലി ചപ്പ് അതിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ പുതിന മല്ലിയിലയിലേക്ക് ഇടുന്നു. മൊത്തം ഈ പച്ചമുളകും ഉള്ളി എല്ലാം കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വന്ന് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്നൊരു ചെറിയൊരു സ്നാക്സാണിത്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എത്രമാത്രം നമ്മൾ ഇത് പതച്ചെടുക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് അടിച്ചു കൊടുക്കുക. എത്രമാത്രം അടിക്കുന്നു അത്രയും ടേസ്റ്റ് കൂടും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യുന്നു. ഒരു നോൺ സ്റ്റിക്ക് തവ ഇതിലേക്ക് വെക്കുന്നു. അത് ചൂടായ ശേഷം നമ്മൾ കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബട്ടർ വീട്ടിലില്ല എങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണെങ്കിലും യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ഇത് മുട്ട ഒഴിച്ച് കൊടുക്കുവാണ്. നമ്മൾ ബന്നിൽ വെക്കുന്നുണ്ട്. ചെറിയ മുട്ട ആക്കിയെടുത്താൽ മതി. ബന്നിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെറിയൊരു മുട്ട ആക്കിയെടുത്താൽ മതി. അധികം വലുതിന് വേണ്ട. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബാച്ചിലറായിട്ടൊക്കെ താമസിക്കുന്നവരാണ്, പെട്ടെന്ന് ഒരു സ്നാക്സ് കഴിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പോകണം, ഒരു എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോകണമെങ്കിൽ നമുക്ക് ഇത് ചൂട്ടി ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ഈസിയാണ്, എന്നാൽ ടേസ്റ്റിയാണ്. എഗ്ഗ് ബർഗർ ആക്കുമ്പോൾ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അധികം ഫ്രൈ ചെയ്യാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതി. അതായിട്ടുണ്ട്. ഞാൻ ഈ പ്രാവശ്യം വലിയൊരു ഓംലെറ്റാണ് ആക്കുന്നത്. അത് ഞാൻ എന്നിട്ട് മുറിച്ച് നമ്മുടെ ബന്നിൻ്റെ ഷേപ്പിൽ നിന്ന് മുറിച്ച് ആക്കാൻ വെക്കാൻ വേണ്ടിയാണ്, പെട്ടെന്ന് പരിപാടി കഴിക്കാൻ വേണ്ടിയാണ്. ഓംലെറ്റ് ആയിട്ടുണ്ട്. ഞാൻ 4ആയിട്ട് മുറിക്കാൻ പോവുകയാണ്. നമ്മുടെ ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബന്നിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ബട്ടറിലേക്ക് കൊടുക്കാം. അതിനുശേഷം സോൾട്ട് ബന്നാണ് ഞാൻ എടുത്തേക്കുന്നത്. സോൾട്ട് ബൺ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ബട്ടറിലേക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഒന്ന് ചൂടാക്കുക. അധികം നേരം വെച്ച് ചൂടാക്കണ്ട കേട്ടോ. ഇവിടെ വന്നിരിക്കുകയാണ്.
ബന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് മയോനീസും ടൊമാറ്റോ സോസുമാണ്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മയോനീസ് ബന്നിലേക്ക് അപ്ലൈ ചെയ്യും നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് വരുന്നത്. അതിനുശേഷം ബന്നിൻ്റെ അടിഭാഗം എടുത്തിട്ട് അതിലേക്ക് മയോനീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചേക്കുന്ന ഓംലെറ്റ് 1-2 പീസ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ചെയ്യുന്നത്. ജസ്റ്റ് അപ്ലൈ ചെയ്യുക. അതിന് മുകളിൽ ലേശം മയോനീസും കൂടി തേച്ച് വിടുക. അതിനുശേഷം മുകളിലത്തെ ഭാഗം എടുത്ത് ബന്നെടുത്തിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓംലെറ്റ് ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് സ്നാക്സ് ഉണ്ടാക്കി നമുക്കൊന്ന് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമുക്ക് പോകാവുന്നതാണ്. കൂട്ടുകാരെ, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നന്ദി. ഇനി വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഉടൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും.